എടുത്ത് കൊണ്ടുവന്നാ? ശരി ചേച്ചി. ദാ സത്യം പറ, ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയേ? ഓ, ഈ പാറേച്ചിനോട് ഞാൻ കുടുങ്ങി. ഞാൻ പറഞ്ഞില്ല ചേച്ചി ഇത് വീടിന്റെ മുറ്റത്ത് നിന്ന് കിട്ടിയാന്ന്. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? പാറേച്ചി എന്താ പ്രശ്നം? ഒന്നുമില്ലടാ ചേച്ചി. ഓ, ചെവി ഇപ്പൊ തന്നെ പൊട്ടിപ്പോയേനെ. ചേച്ചി എന്താടി കാര്യം പറ. ചേച്ചി ബോൾ കാണുന്നില്ല. എന്താ നീ പറഞ്ഞേ? ബോൾ കാണുന്നില്ലാന്ന്. ഈശ്വരാ, അതെവിടെ പോയി? ദാ ശരിക്കും ഓർത്ത് നോക്ക്. നീ ഇന്നലെ അലമാരയിൽ തന്നെയല്ലേ വെച്ചേ? അതെ ചേച്ചി, ഞാൻ ഇന്നലെ അലമാര വെച്ച് പൂട്ടിയതാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ കാര്യം പറ ജുഗ്രു. ഇന്നലെ ആ ബോൾ എടുത്തു വന്നതിന് ശേഷം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വട്ടായോ? ഞങ്ങൾ കാര്യം പറയാ. അതേടാ ചേച്ചി പറഞ്ഞത് കാര്യാ. എന്ത് സംഭവിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഞങ്ങൾ ഇന്നലെ കിടന്നത് ചേച്ചിന്റെ റൂമിലാ. അതിനിപ്പെന്താ? ഓ, പറയുന്നതൊന്ന് മുഴുവനായി കേക്ക്. വേഗം പറ. ഞങ്ങൾ ഉറങ്ങിയതിനു ശേഷം എന്തൊക്കെയോ ശബ്ദം കേട്ടു. ആദ്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അത് വിശ്വസിച്ചില്ല. പിന്നെയും ഞങ്ങൾ ശബ്ദം കേട്ടു. എന്നിട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോ ദാ ഈ ബോൾ കിടന്ന് കറങ്ങുന്നു. ഞാൻ എണീറ്റ് ഈ ബോൾ അപ്പ തന്നെ അലമാരയിൽ വെച്ചതാണ്. അത് മാത്രമല്ല ജുഗ്രു, ഇന്നലെ അവർ എന്റെ റൂമിലാ കിടന്നത്. രാവിലെ എണീറ്റപ്പോ അവരുടെ റൂമിലായിരുന്നു അവര്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? സത്യമാ ജുഗ്രു പറഞ്ഞതൊക്കെ? ഈ ബോളല്ലേ കറങ്ങിയത്? നമുക്ക് നോക്കാം. വേണ്ട ജുഗ്രു, അത് കളഞ്ഞേക്ക്. എവിടെയാടാ അത് കറങ്ങുന്നേ? നീ ബോളിൽ നിന്നൊന്ന് കൈവിട്ട് നോക്കിയേ. അയ്യോ പ്രേതം. ദാ ജുഗ്രു ഇങ്ങോട്ട് വാടാ. എന്റെ ചേട്ടനെ പ്രേതം പിടിക്കും പാറ ചേച്ചി. ജുഗ്രു ഓടി വാ. അയ്യോ രക്ഷിക്കണേ, എന്നെ കൊല്ലുവേ. ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞത് സത്യാന്ന്? ആ, മനസ്സിലായി മനസ്സിലായി. ദേ ആ ബോൾ ദാ ഇങ്ങോട്ട് വരുന്നു. ഓടിക്കോ, എല്ലാരും ഓടിക്കോളി. ജുഗ്രു വേഗം വാ. അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ പാവം. അമ്മേ, മിണ്ടിപ്പോവരുത്. ഞങ്ങൾ എന്തിനാ ശല്യം ചെയ്യുന്നേ? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കുന്നേ? ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഞങ്ങളെ വയ്യാലെ വരുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ സാധിച്ചു തരും. ഞങ്ങൾക്കൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. നിങ്ങൾക്ക് നിറയെ ഐസ്ക്രീം വേണ്ടേ? ചോക്ലേറ്റ് വേണ്ടേ? ഹായ്, എല്ലാം വാങ്ങി തരുമോ? ദേ മിണ്ടാതെ നിൽക്കടി. അതെ, എല്ലാം വാങ്ങിത്തരും. നിങ്ങൾ എന്തിനാ എന്നെ പേടിക്കുന്നേ? പിന്നെ പേടിക്കാതിരിക്കോ? നിങ്ങളെ ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഓ, അപ്പൊ അതാണല്ലേ പ്രശ്നം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. അതെന്തിനാ? ഒന്ന് കണ്ണടക്ക്. എല്ലാവരും അടച്ചിട്ടില്ലല്ലോ. ഇനി എല്ലാവരും കണ്ണു തുറന്നേ. ഹായ്, എന്ത് രസാ കാണാന്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. സത്യാണോ? അതേടാ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങളെ കൂടെ ഒരു ഫ്രണ്ടായി കുറച്ച് ദിവസം എന്നെയും കൂട്ടാവോ? ഓ, അതിനെന്താ കൂട്ടാലോ. എന്തിനാ കുറച്ച് ദിവസം ആക്കുന്നേ? കുറച്ച് ദിവസം മാത്രമേ എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്താ? അത് പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം. ഞങ്ങളെ പേരൊക്കെ പരിചയപ്പെടണ്ടേ? എനിക്കറിയാലോ നിങ്ങളെ. എന്റെ പേരെന്താ? നീ കുറുമ്പൻ ജുഗ്രു അല്ലടാ. തുമ്പി, പാറു, ഉണ്ണിക്കുട്ടൻ. എന്തു പറ്റി സങ്കടപ്പെട്ടിരിക്കുന്നേ? എന്റെ പേര് മാത്രം പറഞ്ഞില്ല. മണിക്കുട്ടി എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നേ? അപ്പൊ എന്റെ പേരറിയാ? പിന്നല്ലാതെ. മണിക്കുട്ടിയെ ഞാൻ മറക്കോ? അപ്പൊ പറയേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഐസ്ക്രീം മതി. ഞങ്ങൾക്കും അത് മതി. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. നീ കള്ളിപ്പെണ്ണെ, കണ്ണടക്ക്. എല്ലാവരും താഴെ ഇരുന്നേ. കണ്ണാരും തുറക്കണ്ടേ. ഞാൻ പറഞ്ഞതിന് ശേഷം എല്ലാവരും തുറന്നാ മതി. ഇനി എല്ലാവരും ഒന്ന് കണ്ണ് തുറന്നേ. ഹായ്, നിങ്ങൾക്ക് ഐസ്ക്രീം കിട്ടിയല്ലോ. ജിങ്ക് ജിക്ക ജിങ്ക് ജിക്ക. ഇതെന്ത് മറിമായം? അതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടായോ? പിന്നില്ലാതെ. ഞങ്ങൾ ഇങ്ങനത്തെ ഐസ്ക്രീം കഴിച്ചിട്ടേ ഇല്ല. ശരിയാ, സാധാ കോൺ ഐസ്ക്രീം ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയല്ല ഞങ്ങൾ കഴിച്ചില്ല. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിയാടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കി. എന്റെ ഐസ്ക്രീം എന്നെക്കാളും വലിപ്പുണ്ട്. അത് ശരിയാ. അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയില്ലേ? ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പാട്ട് പാടാം. ആദ്യം ഞാൻ പാടാം. ആദ്യം. ആദ്യം നമ്മളെ ഉണ്ണിക്കുട്ടൻ പാടട്ടെ. ഉണ്ണിക്കുട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കും ബാക്കിന്ന്. ഹായ് ടായി മിഠായി, തിന്നുമ്പോൾ എന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. ഇനി ആരാ പാടുന്നത്? ഞാൻ. ഇനി അടുത്തത് മണിക്കുട്ടി. ജോണി ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ, ടെല്ലിംഗ് ലൈസ് നോ പപ്പ, ഓപ്പൺ യുവർ മൗത്ത്. ഇനി ഞാൻ പാടാം. അപ്പൊ
ഇനി ജുഗ്രു പാട്. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് പഞ്ചാര വിട്ട് നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു വന്ന പേര് വന്നു. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് പഞ്ചാര വിട്ട് നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു വന്ന പേര് വന്നു. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വച്ചു തുഞ്ചത്തിരുന്നു തുയഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു വഞ്ചിയിൽ പഞ്ചാര ചാക്കു വച്ചു തുഞ്ചത്തിരുന്നു തുയഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു വന്ന പേര് വന്നു. അപ്പൊ എല്ലാരും നന്നായി പാടില്ലേ? ചേച്ചി ഞങ്ങൾക്ക് പാട്ട് പാടിത്തരോ? പിന്നല്ലാതെ. നിങ്ങൾക്ക് ഏത് പാട്ടാ വേണ്ടേ? ഞങ്ങൾക്ക് മിന്നാമിന്നി പാട്ട് മതി. ശരി, മക്കൾക്ക് ഞാൻ മിന്നാമിന്നി പാട്ട് പാടിത്തരാവേ. മാനത്തെ ചെമ്പകം പൂത്തില്ലേ മാമഴപ്രാവ് പറന്നില്ലേ വെള്ളരി കിണ്ണത്തിൽ എന്തുണ്ട് പുള്ളി പശുവിന്റെ പാലുണ്ട് പുസ്തകത്താളിൽ ഒളിച്ച കിനാവിന് പത്തര മാറ്റുണ്ട് നിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. സൂപ്പർ ആയിട്ടുണ്ട് പാട്ട്. തുമ്പി എണീറ്റേ. ചേച്ചി ഒരു പാട്ടൂടെ പാടാവോ? ഇവളിത് എന്തൊക്കെയാ പറയുന്നേ? നീ തുമ്പി എണീക്ക്. ഏത് ചേച്ചിന്റെ കാര്യാവോ പറയുന്നേ? എന്നെ ആവും. ഞാനല്ലാതെ ആരാ ഇത്ര നന്നായി പാടുന്നേ? പിന്നെ തള്ളി മറിക്കേണ്ട ചേച്ചി. തുമ്പി ഞാനിത് എവിടെ? അപ്പൊ ഐസ്ക്രീം നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ ആ ബോള് ഏത് ബോള്? ഇന്നലെ നമ്മൾ കളിക്കാൻ പോയില്ലേ അപ്പൊ എടുത്ത ബോള്? അതോ? അത് രാവിലെ വന്ന് ജുഗ്രു കൊണ്ടുപോയി. അപ്പൊ ചേച്ചി ചേച്ചിയല്ലേ ഈ നിൽക്കുന്നേ? നമ്മളെ ചേച്ചിയല്ലേ പറഞ്ഞേ? പിന്നെ ഏത് ചേച്ചി? എന്താ തുമ്പി നിനക്ക് പറ്റിയത്? അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നം? അത് പിന്നെ നീ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ വേഗം പറ. ഇന്നലെ നമ്മൾ കളിക്കാൻ പോയില്ലേ? അതിനെന്താ, ഇന്നും പോവാലോ. ചെക്ക പറയുന്നതിന്റെ ഇടയിൽ കയറി പറയല്ലേ. വേഗം പറ. ഇനി മിണ്ടായിരിക്കണേ, തുമ്പി പറയട്ടെ. ശരി ചേച്ചി. നീ പറ. അയ്യേ ചേച്ചി, ഇമ്മാതിരി ചീഞ്ഞ സ്വപ്നമൊക്കെ കാണല്. ആ സ്വപ്നത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഏതായാലും ചേച്ചി കാരണം ഐസ്ക്രീം കഴിച്ച്. രണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോയിക്കോളി. വാടാ നമുക്ക് പോവാം. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ്. വിറ്റോളോടൊക്കെ പറഞ്ഞ എന്നെ വേണം തല്ലാന്. വെറുതെ ടൈമായിട്ട് പോയി. ചേച്ചി വരുന്നില്ലേ? ഇനിയും സ്വപ്നം കാണാൻ നിൽക്കുക. ഞാൻ വന്നാളെ, ഈ പോയിക്കോ. വരുമ്പോഴത്തേന് ചായ ഉണ്ടാവില്ല. എനിക്ക് വേണ്ട, ഈ പോയിക്കോന്ന് പറഞ്ഞില്ലേ? ഓക്കേ. മനുഷ്യനൊരു സമാധാനം തരില്ല.